Good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സൊല്യൂഷൻ, എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്, എന്താണ് ബൈനറി സൊല്യൂഷൻ, എന്താണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനിൽ എത്രമാത്രം സൊല്യൂട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. നോക്കാം ഡെഫിനിഷൻ. ദ എമൗണ്ട് ഓഫ് കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു ഡെഫിനിറ്റ് എമൗണ്ട് സൊല്യൂഷൻ ഉണ്ട്. ആ ഡെഫിനിറ്റ് എമൗണ്ട് സൊല്യൂഷനിൽ എത്ര എമൗണ്ട് കമ്പോണൻ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസെൻട്രേഷൻ എന്ന് പറയും. ഈ കോൺസെൻട്രേഷൻ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് എന്തിനില്ല? അതിൻ്റെ എമൗണ്ടിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണത്? രണ്ട് ടൈപ്പാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. സിമ്പിളാണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂട്ടിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ഏതായിരിക്കും കൂടുതൽ? സോൾവെൻ്റ് ആയിരിക്കും ഒരുപാട് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് എന്തായിരിക്കും? സൊല്യൂട്ടിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി ലാർജർ എമൗണ്ട് ഉള്ളതാണ് ഏത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ലാർജ് പ്രപ്പോർഷൻ ഓഫ് ആയിരിക്കും എന്ത്? ലാർജ് പ്രപ്പോർഷൻ ഓഫ് സൊല്യൂട്ട് ഉണ്ടായിരിക്കും ഏതിൽ? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് ഏതാണ് ക്വാളിറ്റേറ്റീവ് കഴിഞ്ഞ ഏതാണ് ക്വാണ്ടിറ്റേറ്റീവ്? ക്വാണ്ടിറ്റേറ്റീവിൽ ഒരു 7 മെത്തേഡ് വരുന്നുണ്ട്. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, ദെൻ പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഏതാണ്? മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജിൻ്റെ സിമ്പലാണ് W/W. വെയിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അത് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കാണുക? അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ബൈ മാസ് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? 10 ഗ്രാം ഗ്ലൂക്കോസ് 90 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10 ഗ്രാം ഗ്ലൂക്കോസ് 100 ഗ്രാം എന്തിൽ ലയിച്ചിട്ടുണ്ട്? സൊല്യൂഷനിൽ. അതായത് 90 സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ടിൻ്റെ മാസും കൂടി കൂട്ടുമ്പോഴാണ് സൊല്യൂഷൻ്റെ മാസ് കിട്ടുക. അപ്പോൾ അതിൽ 10 ഗ്രാം ഗ്ലൂക്കോസാണ് ലയിച്ചിട്ടുള്ളത്. നമുക്കതൊന്ന് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണം. എങ്ങനെ? 10% ഗ്ലൂക്കോസ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഗ്ലൂക്കോസിൻ്റെ മാസ് ബൈ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് അല്ലേ? പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. അത് ആഡ് ചെയ്തിട്ട് എഴുതുകയാണ് താഴെയുള്ള സൊല്യൂഷൻ്റെ മാസ്. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം അതിനെ, മാസ് പെർസെൻറ്റേജിനെ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? മാസ് പെർസെൻറ്റേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് ഓഫ് എ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 മാസ് യൂണിറ്റ് ഓഫ് ദി സൊല്യൂഷൻ. ടോട്ടൽ 100 മാസാണ് സൊല്യൂഷൻ. അതിൽ എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാസ് പെർസെൻറ്റേജ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് കാണണമെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് ബൈ എന്ത് ചെയ്യണം? താഴെ ഏതാണ് വരിക? എപ്പോഴും സൊല്യൂഷൻ്റെ മാസാണ് വരിക. അതുപോലെ സോൾവെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാനോ ഏതിൻ്റെയാണോ മാസ് പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത് അതിൻ്റെ മാസിനെ എന്ത് ചെയ്യുക? ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുക. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 49.7 gram ഓഫ് NaOH to 480 gram ഓഫ് H2O. 49.7 gram NaOH ആണ് സൊല്യൂട്ട്, 480 gram H2O ആണ് സോൾവെൻറ്റ്. അപ്പോൾ ആദ്യം സൊല്യൂഷൻ്റെ നമുക്ക് കാണണം ടോട്ടൽ മാസ്. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ചെയ്താൽ മതി. ഇനി സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ എന്താ ചെയ്യുക? മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. സോൾവെൻറ്റിൻ്റെ ആണെങ്കിൽ ആ സൊല്യൂട്ടിൻ്റെ പകരം എന്ത് കൊടുത്താൽ മതി? സോൾവെൻറ്റ്. ഓക്കെ. ഇനി നമ്മൾ
സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ആദ്യം നമ്മൾ സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് കണ്ടെത്തി. ഇനി സൊല്യൂട്ടിൻ്റെ മാസ് നമുക്കറിയാം 49.7. അതുപോലെ ടോട്ടൽ മാസ് 529.7 ഗ്രാം ആണ്. ഡിവൈഡ് ചെയ്തു, പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100, 9.38% കിട്ടി. ഇതുപോലെ സോൾവെൻറ്റിൻ്റെ എങ്ങനെ കാണാം? മുകളിൽ സോൾവെൻറ്റിൻ്റെ മാസ്, ബാക്കിയെല്ലാം സെയിം ആണ്. എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ബാക്കി? ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 കിട്ടണം. ഓക്കെ, രണ്ടാമത്തെ പ്രോബ്ലം, ആൻ അക്വസ് സൊല്യൂഷൻ കണ്ടെയ്ൻ. എന്താ അക്വസ് സൊല്യൂഷൻ? വാട്ടർ സോൾവെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് അക്വസ് സൊല്യൂഷൻ. 700 ഗ്രാം വാട്ടറിൻ്റെ അളവ് 700 ആണ്, അതാണ് സോൾവെൻറ്റ്. ആൻഡ് 45 ഗ്രാം NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് NaOHൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് ഇതിൽ കാണേണ്ടത്. എങ്ങനെയാണ്? അത് ഈക്വേഷൻ എഴുതുക. മാസ് പെർസെൻറ്റേജ് ഓഫ് NaOH കാണാൻ മാസ് ഓഫ് NaOH ബൈ ടോട്ടൽ മാസ്, അതായത് NaOHൻ്റെയും വാട്ടറിൻ്റെയും മാസ് പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാം സെയിം യൂണിറ്റ് ആയിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആദ്യം NaOHൻ്റെ മാസ് എത്രയാണ്? 45 ഗ്രാം. ദെൻ H2Oൻ്റെ മാസ് നമുക്കറിയാം 700. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. മാസ് പെർസെൻറ്റേജ് കിട്ടും 45/45 പ്ലസ് 700, അപ്പോഴാണ് ടോട്ടൽ മാസ് ആവുക, ഇൻറ്റു 100, 6.04%. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ടോപ്പിക്കാണ് വോള്യം പെർസെൻറ്റേജ്. എന്താണ് വോള്യം പെർസെൻറ്റേജ്? നോക്കാം, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 10% എഥനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ. എന്താണ് അതിൻ്റെ മീനിങ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള മാസിൻ്റെ സ്ഥലങ്ങളിലൊക്കെ വോള്യം കൊടുത്താൽ മതി. 10% എഥനോൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ 10 ഗ്രാം നമ്മൾ പറഞ്ഞത്. ആ ഗ്രാമിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക? ml. നേരത്തെ 90 ഗ്രാമാണ് പറഞ്ഞ്, അതിന് പകരം എന്ത് ചെയ്യുക? 90 ml. എന്നിട്ട് 100 ml സൊല്യൂഷൻ ആവുക. അപ്പോൾ സിമ്പിളാണ്. വോള്യം പെർസെൻറ്റേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോള്യം ഓഫ് എ കമ്പോണൻറ്റ്. നേരത്തെ നമ്മൾ മാസ് ഓഫ് എ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം പ്രസൻറ്റ് ഇൻ 100. നേരത്തെ മാസമായിരുന്നു, ഇപ്പം എന്താണ്? വോള്യം, യൂണിറ്റ് ഓഫ് ദി സൊല്യൂഷൻ. ഇനി അത് കാണാൻ നേരത്തെ കണ്ട അതേപോലെ മാസിന് പകരം എന്ത് ചെയ്താൽ മതി? വോള്യം. മാസുള്ള സ്ഥലങ്ങളിലൊക്കെ വോള്യം കൊടുക്കുക. സിമ്പിളാണ്. സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും ഒരുപോലെയാണ് നമ്മൾ കാണുക. രണ്ടും ലിക്വിഡ് ആണെങ്കിൽ, സോൾവെൻറ്റും സൊല്യൂട്ടും ലിക്വിഡ് ആണെങ്കിലാണ് നമ്മൾ ഈ രീതിയിൽ ഏത് എക്സ്പ്രസ് ചെയ്യുക? കോൺസെൻട്രേഷൻ. പ്രോബ്ലം നോക്കാം. വോള്യം പെർസെൻറ്റേജ് ഓഫ് എഥനോൾ, അതാണ് നമുക്ക് കാണേണ്ടത്. വെൻ 10 ml ഓഫ് എഥനോൾ ഈസ് മിക്സ്ഡ് വിത്ത് 190 ml ഓഫ് വാട്ടർ. നോക്കാം നമുക്ക്. എഥനോളിൻ്റെ വോള്യം തന്നിട്ടുണ്ട് 10 ml, അതാണ് സൊല്യൂട്ട്. ഇനി സോൾവെൻ്റ് ഏതാണ്? വാട്ടർ. അത് 190 ml ആണ്. എങ്ങനെയാണ് നമ്മൾ കാണുക? ആദ്യം ടോട്ടൽ വോള്യം കാണണ്ടേ സൊല്യൂഷൻ്റെ? അത് സൊല്യൂട്ടിൻ്റെ വോള്യം പ്ലസ് സോൾവെൻറ്റിൻ്റെ വോള്യം ആഡ് ചെയ്താൽ മതി. ദെൻ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോള്യം ഓഫ് സൊല്യൂട്ട് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. വാല്യൂസ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ 200 അല്ലേ? പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. എത്രയാണ് വാല്യൂ വരിക? 5%. ഇതാണ് വോള്യം പെർസെൻറ്റേജ് കാണാനുള്ള മെത്തേഡ്. ഇനി ഒരു ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ മുൻപ് പറഞ്ഞ രണ്ട് ടോപ്പിക്കും കമ്പൈൻഡ് എഫക്റ്റ് ആണ്. മാസ് ബൈ വോള്യം പെർസെൻറ്റേജ്. അപ്പോൾ മാസിനും വോള്യത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. മെഡിസിനിലും ഫാർമസിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. എങ്ങനെ കാണാം? മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് ഈസ് ഡിഫൈൻഡ് ആസ്, അതിനെ ഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ. മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ നമ്മൾ മാസും ദെൻ സൊല്യൂഷൻ്റെ വോള്യമാണ് എടുക്കുന്നത്. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കാം. 5% W/V എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം. NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 ഗ്രാം NaCl എന്തിലുണ്ടായിരിക്കും? 100 ml സൊല്യൂഷനിൽ. അപ്പോൾ സൊല്യൂഷൻ്റെ വോള്യം 100 ml, സൊല്യൂട്ടിൻ്റെ മാസ് എന്താണ്? 5 ഗ്രാം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് കാണാനാണ്.
250 ml ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. അതിൽ 5 gram NaCl ഉണ്ട്. അപ്പോൾ 5 gram NaCl ആണ് സൊല്യൂട്ട്. ദെൻ ഇതെന്താണ് 250 ml? അത് ആ സൊല്യൂഷൻ്റെ വോള്യമാണ്. സിമ്പിളാണ്. സൊല്യൂട്ടിൻ്റെ മാസ് ബൈ സൊല്യൂഷൻ്റെ വോള്യം രണ്ടും തന്നിട്ടുണ്ട് ഇൻറ്റു 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സൊല്യൂട്ടിൻ്റെ മാസ് 5 gram ആണ്. സൊല്യൂഷൻ്റെ എത്രയാണ്? 250. രണ്ടും കൊടുത്തു. ഇനി നമ്മളുടെ ഈ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. മാസ് ബൈ വോള്യം പെർസെൻറ്റേജ് ഈക്വൽ ടു 5 gram ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് 250 പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 എത്ര വരിക? 5 × 100 500 ഡിവൈഡഡ് ബൈ 250 നമുക്കറിയാം 2% ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.